പോയാ മതിയായിരുന്നു. എനിക്കും മതിയായിരുന്നു. നാട്ടിൽ ഇഷ്ടം മാതിരി പണിയുണ്ട്. അതുണ്ട്, പക്ഷെ പെട്ടെന്ന് ഹിൽട്ടണിൽ സ്റ്റേയും ഇവിടെ ഇതായിന്ന് പറഞ്ഞപ്പോ യു ആർ ഹാപ്പി ഉള്ളു. ഹായ് ഗായ്സ്, വെൽക്കം ടു ഹിൽട്ടൺ. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. വീണ്ടും നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് പണി കിട്ടിയത്, പക്ഷേ ഇത് പണി നമ്മുടെ മിസ്റ്റേക്ക് അല്ല. എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാങ്കോക്ക് ടു സിംഗപ്പൂർ, സിംഗപ്പൂർ ടു കൊച്ചി ആയിരുന്നു. പക്ഷേ ബാങ്കോക്കിലെ ഫ്ലൈറ്റ് സിംഗപ്പൂർ എയർലൈൻസ് ഡിലേ ആയിരുന്നു. അങ്ങനെ ഡിലേ ആയതുകൊണ്ട് നമ്മൾ സിംഗപ്പൂർ എത്തിയപ്പോഴേക്കും നമ്മുടെ സിംഗപ്പൂർ ടു കൊച്ചിയുള്ള ഫ്ലൈറ്റ് ക്യാൻസലായി. അപ്പോൾ ഭാഗ്യത്തിന് അവർ തന്നെ ഒരു കിഡിലൻ ഹോട്ടൽ സ്റ്റേ ഫ്ലൈറ്റ് പോയി, കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് പോയി. അപ്പോൾ ഇവിടെ ഇപ്പോൾ രാത്രി 12 മണിയായി. നമ്മൾ ശരിക്കും ഇവിടെ നിന്നുള്ള ഫ്ലൈറ്റ് 10:30 ഞങ്ങളിവിടെ ലാൻഡ് ചെയ്തപ്പോൾ തന്നെ 11 o'clock ആയി. അപ്പോൾ അവർ നല്ല കിടിലൻ ഹോട്ടൽ തന്നിട്ടുണ്ട്. ഒരു ദിവസം വിസ ഫ്രീ ആയിട്ട് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട് വെളിയിലേക്ക്. നാളെ രാത്രി ആണ് നമ്മുടെ ഫ്ലൈറ്റ് ബാക്ക് ടു കൊച്ചി. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്, കാരണം ഹിൽട്ടൺ ഹോട്ടൽ തന്നിട്ടുണ്ട്, അവിടെ കോംപ്ലിമെൻ്ററി ഫുഡുണ്ട്. അപ്പോൾ ഇവിടുന്ന് ടാക്സി പിക്കപ്പ് വരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ആദ്യമായിട്ടാണ് ഫ്രീ ആയിട്ട് സിംഗപ്പൂരിൽ ഇത്രയും കാര്യങ്ങൾ കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ എൻജോയ് ചെയ്യണ്ടേ. സിംഗപ്പൂർ അടിപൊളിയാണ്. അപ്പോൾ പ്രിയയുടെ പെട്ടി പോയി. നമ്മൾ ഇവിടുന്ന് ബാങ്കോക്കിലേക്ക് പോയപ്പോഴേക്കും പ്രിയയുടെ പെട്ടി മിസ്സായി പോയി. അത് നമുക്ക് കിട്ടിയില്ല കേട്ടോ. അതിനുവേണ്ടി പുതിയൊരു പെട്ടി വാങ്ങിയത്, ചെറുത്. പോയത് വലുതാണ്, വലുതും ചെറുതും പോയി. വലുതിൻ്റെ അകത്ത് ചെറുതും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ ടാക്സി കയറി നമ്മുടെ ഹോട്ടലിൽ പോവാം. ഇന്ന് സുഖമായിട്ട് കിടന്നുറങ്ങി നാളെ കിടലിന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് സിംഗപ്പൂരൊക്കെ ഒന്ന് ചെറുതായി ഇറങ്ങിയിട്ട് തിരിച്ച് ബാക്ക് ടു കൊച്ചി. ടാക്സിയൊക്കെ കറക്റ്റ് ടൈമിന് അവർ റെഡിയാക്കി. നമ്മൾ ഈ വൗച്ചർ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു വൗച്ചർ കിട്ടും. ഈ വൗച്ചർ ടാക്സി ഡ്രൈവറിന് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്ക് അവിടെ ഹോട്ടലിൽ നിന്ന് പൈസ കിട്ടുമേ. വെൽക്കം ടു അൺഎക്സ്പെക്ടഡ് സിംഗപ്പൂർ. എനിക്കും മതിയായിരുന്നു. നാട്ടിൽ ഇഷ്ടം മാതിരി പണിയുണ്ട്. പക്ഷെ പെട്ടെന്ന് ഹിൽട്ടണിൽ സ്റ്റേയും ഇവിടെ ഇതായിന്ന് പറഞ്ഞപ്പോ യു ആർ ഹാപ്പി ഉള്ളു. എനിക്ക് നാളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാലോ. അതിന്റെ ഹാപ്പിനെസ്. നാട്ടിൽ ചെന്ന ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലല്ലോ. അത് നമ്മുടെ ഇഷ്ടമല്ലേ കഴിക്കാൻ. അല്ല, നമ്മൾ ഇന്റർമീഡിയറ്റ് അല്ലേ. അപ്പൊ അതുകൊണ്ട് ലാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ വൺ മോർ ഡേ റിലാക്സ് അല്ലേ. അതും സിംഗപ്പൂരില്, അതും ഹിൽട്ടണില്. അങ്ങനെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ സിംഗപ്പൂർ. അതിന് ഏറ്റവും ബെസ്റ്റ് തിങ് എന്താണെന്നറിയോ? ഒരു സിംഗപ്പൂരിലെ ഏറ്റവും ബെസ്റ്റ് സ്ഥലത്താണ് ഹോട്ടൽ തന്നിരിക്കുന്നത്, ഓർക്കിഡ് റോഡില്. പ്രിയ, ഹോട്ടലിന്റെ അകത്തുനിന്ന് നേരെ മോളിലേക്കുള്ള എൻട്രി ഉണ്ട്, ലക്ഷറി മോൾ. എന്നിട്ട് എനിക്ക് എന്തെങ്കിലും വാങ്ങിത്താ കേട്ടാ. ലോബി 5ാമത്തെ നിലയില്ല. ലോബി നോക്ക്, ആദ്യമേ ചെക്ക് ഇൻ ചെയ്തിട്ടൊന്ന് കാണിക്കാൻ. സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ഫുൾ ലോബി ഏരിയ ഒക്കെ നോക്കിക്ക്, അടിപൊളിയായിട്ടുണ്ട്. സിറ്റിയുടെ നടുക്കുള്ള ഹോട്ടലാണ്. അപ്പോൾ ഭയങ്കര റിസോർട്ട് ഫീലിംഗ് അല്ലെങ്കിലും ഉള്ളിലെ ഏറ്റവും ബെസ്റ്റ് ഹോട്ടലിൽ ഒന്നാണിത്. റൂം കിട്ടി. അതെ, നമുക്ക് ഇവിടെ ഇന്നത്തെ ഡിന്നർ ഉണ്ട്. റൂമിൽ ഓർഡർ ചെയ്യാം, റൂം സർവീസ്. എത്ര രൂപയ്ക്കാന്നറിയോ? 3 കൂടെ 10,000 റുപ്പീസിന്. നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ഫ്രീ ആണ്. നാളത്തെ ലഞ്ചിന് പിന്നെയും 10,000 അലവൻസ് റുപ്പീസ്. അത് കുറച്ച് കാശ് ഷോപ്പ് ചെയ്യാൻ തന്നെങ്കിൽ ബ്രഷും പേസ്റ്റൊക്കെ വാങ്ങുമായിരുന്നു അല്ലേ. ഇടാൻ ഡ്രസ് ഇല്ല സത്യം പറഞ്ഞ. അല്ല, ആ പെട്ടിയിലായി പോയത്. ഇവിടെ ഇന്ത്യൻ ഫുഡ് കിട്ടുമോ? ചോറും റൈസൊക്കെ കിട്ടുമോ? അതൊന്നും കിട്ടില്ല. ഇപ്പൊ രാത്രി 12 മണിക്ക്. ഇനി രാത്രി കഴിക്കാൻ പോവാണോ? പിന്നെ if I have in the night, I won't be able to have the breakfast. Okay, ഞാനും വേദവും കഴിക്കാം. അല്ല, ഞാനും കഴിക്കാം. നോക്ക എന്താന്നറിയോ, ഈ കറക്റ്റ് എമൗണ്ടിന് ഓർഡർ ചെയ്യണം, അല്ലെങ്കിൽ $1 വെറുതെ വേസ്റ്റ് ആവില്ലേ. കണക്ക് ഓർഡർ ചെയ്താൽ മതി. അത് പറ്റില്ല, കറക്റ്റ് എമൗണ്ടിന് ഓർഡർ ചെയ്യണം. ചിലപ്പോ ഒരു ഐറ്റത്തിന് വരും 5000 രൂപ. പിന്നെ ഹിൽട്ടൺ അല്ലേ. ഈ കാർപ്പറ്റ് എന്തൊരു സോഫ്റ്റാ പ്രിയ. ഇത്രയും ഷൂസ് ഇട്ടിട്ട് വരെ കാർപ്പറ്റിന്റെ സോഫ്റ്റ്നെസ് അറിയുന്നുണ്ട്. നമുക്ക് മറ്റേ അവര് അപ്ഗ്രേഡ് ചെയ്ത് തന്നു റൂം. ബേസിക് അല്ല, മറ്റേ ഡീലക്സ് റൂം ആവുന്നെ. സ്യൂട്ടല്ല, ഡീലക്സ്. എന്നെ കണ്ടുകൊണ്ട. ഹായ് ഗായ്സ്,
welcome to Hilton. Our free Hilton Orchid in Singapore. Stay. Ah. Free Hilton stay in Singapore. അപ്പൊ come. വേദു ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് വേദുവിന്റെ ഡിസ്റ്റർബൻസ് ഒക്കെ കാണും. ആദ്യമേ തന്നെ നമുക്ക് ബാത്റൂം കണ്ടിട്ട് പോവാം. വെയിറ്റ് എന്റെ അമ്മോ, ഓൾ മാർബിൾ, സൂപ്പർ ഡൂപ്പർ. ഇതെന്താ വലിയ മിററിന്റെ സൈഡില് വേറെ മിററാ? ഇത് എനിക്ക് ഭയങ്കര സെറ്റപ്പ് ആയിട്ടാ. അതുപോലെ തന്നെ ഫുൾ മാർബിൾ കൗണ്ടർ ടോപ്സ് ഒക്കെ വെച്ച് ഇരുന്ന് കുളിക്കാനുള്ള സൗകര്യം ഉണ്ട്. പിന്നെ വലിയ ഷവർ ഏരിയ. ഓക്കെ, വലിയൊരു ഷവർ ഏരിയ ആണ്, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇലുമിനേറ്റഡ് മിറർ, അയൺ ബോർഡ്. ഭയങ്കര ഒരു ഡിഫറെന്റ് ലേ ഔട്ട്. കണ്ണാടി, ഇവിടെ ആൻഡ് സിംഗപ്പൂർ സ്റ്റാൻഡേർഡിൽ ഇത് ഭയങ്കര വലിയ റൂമാ ശരിക്കും. സിംഗപ്പൂർ എല്ലാം ഉണ്ട്. നല്ല വലിയ കംഫർട്ടബിൾ ബെഡ്. പിന്നെ പിന്നെ പ്രിങ്കിൾസ് ഉണ്ടെന്ന്. എന്റെ ഫേവറേറ്റ് പ്രിങ്കിൾസ് ഉണ്ട്. മറ്റേ നമ്മുടെ നെസ്പ്രസോ, വീട്ടിലത്തെ നെസ്പ്രസോ. വലിയ TV ഉണ്ട്. അതുപോലെ തന്നെ 1.5 വ്യൂ കാണും ചിലപ്പോ. തുറന്നു നോക്ക്. കിഡിലും വ്യൂ ആയിരിക്കും കേട്ടോ. രാവിലെ കാണിച്ചു തരാം. പിന്നെ അത് ആ ബെഡ് ഒന്ന് തൊട്ട് നോക്ക്. തൊട്ട് ഓപ്പോസിറ്റ് ബലൻസിയാഗ കാണാം. കൂച്ചി അവിടെ നേരെ ഓപ്പോസിറ്റ് തന്നെ. ഇറങ്ങ. എന്നിട്ട് പ്രിയ എനിക്ക് 2 സാധനങ്ങൾ വാങ്ങി തരിക. റോഡിൽ കിടന്ന് ഉറങ്ങുവോ? ഇത് നോക്ക്, ബെഡ് ഒന്ന് ഇരുന്ന് നോക്ക് എങ്ങനെ ഉണ്ടെന്ന്. നമ്മള് വല്ല 7-Eleven കഴിച്ചിട്ട് ഷോപ്പിംഗ് ചെയ്തേനെ. ആണോ? ഇരുന്ന കിടന്ന് ഉറങ്ങരുത് ഏട്ടല്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇനി ആദ്യമേ ഫുഡ് നോക്കട്ടെ എന്താ ഉള്ളത് ഇന്ന്. ഞാൻ കഴിക്കാൻ പോവാ. എന്തൊക്കെയാ വന്നിരിക്കുന്ന വേദു. ഇതാണ് റൂം സർവീസ് എന്നൊക്കെ പറയുന്നത്. തീരാമിസു, വനില ഐസ്ക്രീം, ഫ്രഞ്ച് ഫ്രൈസ്, ഫിഷ് ആൻഡ് ചിപ്സ്, വാഗ്യു ബീഫ് വെച്ച് ഉണ്ടാക്കിയ പാസ്ത, ചിക്കൻ സാറ്റെ. മതിയാ? കൊതി 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 കൊതി. അവരാ കെച്ചപ്പ് വരെ വെച്ചിരിക്കുന്ന നോക്ക്. ഇത് നോക്ക്, എന്ത് ഭംഗിയാത്. അമ്പോ, ഭയങ്കരമായി പോയിട്ടാ റൂം സർവീസ് ഇവരുടെ. ഹാപ്പി ആയാ? സാറ്റി ഒന്ന് നോക്കട്ടെ കേട്ടാ. ഇത് പീനട്ട് സോസ് ആണ്. ഓ, നമ്മുടെ ഒരു ചിക്കൻ 65 വേർഷനാ. കുറച്ച് മധുരമുണ്ട്. പീനട്ട് സോസ് നല്ല പീനട്ടി, ചെറുതായിട്ട് സ്പൈസി, ചിലപ്പോൾ ഓവർ സ്വീറ്റ് ആവും. ഇത് ഓവർ സ്വീറ്റും അല്ല, പക്ഷെ ആ സ്വീറ്റ്നെസ്സും ഉണ്ട്. കിട്ടില്ല കോമ്പിനേഷൻ. രാത്രി സമയം പ്രശ്നം നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ പറ്റും. ഏകദേശം 2 മണിയായിട്ടുണ്ട്. 2 മണിക്കിരുന്ന് 2 പേര് ഫുഡ് അടിക്കുന്ന നോക്ക്. അമ്മയ്ക്കൊന്നും വേണ്ടാന്ന്. അമ്മ കൊതിയാവും അല്ലേ? ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ. ഇത് അവന് കൊടുക്കുവാണ്. ഇറ്റ്സ് ഫിഷ് ആൻഡ് ചിപ്സ്. ആൻഡ് ഇതിന്റെ സ്റ്റാർ ഓബിയസ്ലി ലൈറ്റ് ക്രിസ്പി ബാറ്ററും കിഡിലൻ ഫിഷ്. ഏതാന്ന് എനിക്ക് അറിയില്ല, ബാസി ആവാൻ സാധ്യതയില്ല. ഐ ഡോണ്ട് നോ. ആൻഡ് ഇവിടെ ടാറ്റാർ സോസ്. ഔട്ട്സ്റ്റാൻഡിങ്, ഔട്ട്സ്റ്റാൻഡിങ്. ആൻഡ് ഇത് ഇവരുടെ ഒരു വാഗ്യു ബീഫ് വെച്ചുണ്ടാക്കിയ പാസ്തയാണ്. ഒരു ബൊലോനി സോസ് ഒക്കെ വെച്ച്. ലുക്ക് സോ ഗുഡ് നോ? ഇതൊരു കെച്ചപ്പി ഫ്ലേവർ അല്ല, ശരിക്കും ഒരു ടൊമാറ്റോ പേസ്റ്റ് വെച്ചുണ്ടാക്കിയ ഒരു കിഡിലൻ. ആ ബീഫിന്റെ എനിക്ക് ഭയങ്കര ക്വാളിറ്റി ഒന്നും തോന്നിക്കില്ല, പക്ഷെ ബീഫിന് ഭയങ്കര റിച്ച്നെസ് ഉണ്ട്. എനിക്കൊന്നും ആ ഒരു ബൊലോനി സോസിന്റെ റിച്ച്നെസ് ആയിരിക്കും. വളരെ ലൈറ്റ് ചീസേ ഉള്ളൂ. റിയലി ഗുഡ് പാസ്ത, വെരി വെൽ കുക്ക്ഡ് ഓൾസോ. ചെറിയ പുളിപ്പുണ്ട്. അതെപ്പോഴും ഇങ്ങനത്തെ നല്ല ഒറിജിനൽ സോസ് വെച്ച് കുക്ക് ചെയ്ത പാസ്തയ്ക്ക് കാണും. ആ ടൊമാറ്റോന്റെ ഒരു പുളിപ്പ്. നല്ല കിഡിലൻ വനില ജെലാറ്റോ ഹോം മെയ്ഡ് ഐസ്ക്രീമും
അതുപോലെ തന്നെ നല്ല എന്തോ ഒരു വൈൻ്റെ ഒക്കെ പേര് പറഞ്ഞിട്ടുണ്ട്, വൈൻ ആൻഡ് കോഫി ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു തീരാമസു. പോരെ, എന്തൊരു ആഘോഷം. അമ്മയ്ക്കൊന്നും കിട്ടിയില്ല കേട്ടോ, അമ്മയ്ക്ക് ഫുഡ് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ രണ്ടും തീർത്തേ അല്ലേ? അമ്മ പറഞ്ഞില്ലേ വേണ്ടെന്ന്? ആ കറക്റ്റ്, അമ്മ വേണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ കള്ളം പറയാലല്ലോ. അമ്മ വിശന്ന് കാച്ചാൻ, അമ്മയ്ക്ക് വിശപ്പില്ലാന്ന് പറഞ്ഞിട്ടോ നമ്മള് കഴിക്കുന്നത്. തീരാമസു ഇസ് ഓൾസോ വെരി ലൈറ്റ്, വെരി ക്രീമി, കോഫി സോക്ഡ് ആയിട്ടുള്ള സ്പഞ്ച് കേക്ക് ആണ്. വൈനിന്റെ ഒന്നും ഫ്ലേവർ കിട്ടുന്നില്ല, നല്ലൊരു എസ്പ്രസോ കോഫിയുടെയും സ്പഞ്ച് കേക്കിന്റെ ഒരു ക്രീമിന്റെയും ഫ്ലേവർ ആണ്. ഒരു പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പെയ്ഡ് വെക്കേഷൻ പോലെ ആയിപ്പോ ഇത്. അപ്പൊ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റിന് കാണാം. ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. പ്രിയ നല്ല ഉറക്കമാണ്, വേദു നല്ല ഉറക്കമാണ്. മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഒറ്റയ്ക്കായിരിക്കും കഴിക്കുന്നത്. ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ 3 മണിക്കൂർ ഉറങ്ങിയാലും കുഴപ്പമില്ല, മിസ് ചെയ്യാൻ പാടില്ലല്ലോ. എന്താ സംഭവം പോയി നോക്കട്ടെ, ഹോപ്പ്ഫുള്ളി ഇറ്റ് ബി വർത്ത് ഇറ്റ്. ഇത് ഇവരുടെ റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് കണ്ട. ഇവിടേക്ക് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റേഷൻ ആണെങ്കിൽ ഇവിടേക്ക് ഇരിക്കാനായിട്ട് ഇങ്ങനെ കുറേ സെപ്പറേറ്റ് സ്ഥലമുണ്ട്. അങ്ങനെ തന്നെ കുറേ ഏരിയ ഉണ്ട് കേട്ടോ. ഭയങ്കര സ്പേഷ്യസ് സംഭവമാണ്. എൻ്റെ അമ്മോ, സാമ്പിൾ കാണിക്കാം. എഗ്സിൻ്റെ വെറൈറ്റി തന്നെ 1, 2, 3, 4, 5 എണ്ണം. രാവിലെ തന്നെ ഇത് 2 നൂഡിൽസ്, 2 സ്പ്രിംഗ് റോൾസ്, അതുപോലെ തന്നെ 2 ഫ്രൈഡ് റൈസ്, ചിക്കൻ കറി, ദാൽ കറി, നമ്മുടെ പൊറോട്ട, വട, ഇഡ്ഡലി, കോണ്, വെജിറ്റബിൾസ്, മഷ്റൂംസ്, പിന്നെ 4 ടൈപ്പ് സൂപ്പ്, ഒരു ചിക്കൻ സൂപ്പ്, പിന്നെ വേറൊരു മിസോ സൂപ്പ്, പിന്നെ വേറെ ഒരു 4 ടൈപ്പ് സൂപ്പ്സ് ഉണ്ട്. ബേക്കൺ, 2 ടൈപ്പ് സോസേജ്, വേറെ ബീഫ് ബേക്കൺ, പിന്നെയും വേറൊരു സോസേജ്. കൗണ്ടേഴ്സ് വെച്ചിരിക്കും നോക്ക്, എനിക്ക് എണ്ണാൻ പോലും പറ്റുന്നില്ല, അത്രയധികം ഒരു ഫ്രൂട്ട് കൗണ്ടേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ കുറേ ഉണ്ട് കേട്ടോ, ഞാൻ തിരക്കില്ലാത്ത സ്ഥലത്ത് നോക്കിയാണ് കാണിക്കുന്നത്. അതല്ലാതെ ഇവരുടെ യോഗേർട്സും പിന്നെ നമ്മുടെ ഈ സ്വീറ്റ് ആൻഡ് സിറപ്പിലിട്ട ഫ്രൂട്ട്സ് പോലത്തെ സംഭവങ്ങൾ, ജാംസിന്റെ വെറൈറ്റി, ന്യൂട്ടല്ല തൊട്ട് മാർജറി തൊട്ട് 3 ടൈപ്പില് പാന്താനും വേറെ ഓറഞ്ച് ജാമും, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. കിഡ്സിന് വേണ്ടിയുള്ള ഒരു കോർണറാണ്. ക്രോസോൺസും പിന്നെ ഡോണറ്റ്സ്, കപ്പ് കേക്ക്സ്, അതുപോലെ തന്നെ നമ്മുടെ ഒരു ഏരിയ ഉണ്ട്, ബ്രെഡ് ബാസ്ക്കറ്റ് ഏരിയ. അത് ഭയങ്കരമാണ്, ഒരു 8-10 ടൈപ്പ് ഉണ്ട്. വോഫിൾസ്, ഫ്രഞ്ച് ടോസ്റ്റ്, വേറെന്തോ ക്യാരറ്റ് കേക്ക് ഉണ്ട്, പിന്നെ സെസ്മി ബോള്, അല്ലാതെ ക്രാബ് ബൺ തന്നെ കണ്ട. 1 ഓറഞ്ച്, ആപ്പിള്, പൈനാപ്പിള്, മാംഗോ, ഗോവ, വാട്ടർ, അല്ലാതെ ഫ്രഷ് ജ്യൂസ് ആയിട്ട് ഉണ്ടാക്കി തരും കേട്ടോ. ഇവിടെ ഓറഞ്ച് ജ്യൂസ് കണ്ട, രാവിലെ തന്നെ പ്രോപ്പർ ഫ്രഷ് ഓറഞ്ചിലാണ് ചെയ്തു വരുന്നത്. സംഭവം അല്ലേ, ഒരു അടിപൊളി സംഭവം. ഇതുപോലത്തെ സ്റ്റീംഡ്, ഇത് ക്രാബ് ബൺ ആണ്. ഇതൊരു ചിക്കൻ്റെ ഒരു ഡിഷ്, ഇത് കായാബൻ. ഇവിടെ ക്രാബ് ബണ്ണൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. ശരിക്കും നമ്മളൊരു ഈ ബുഫേയിൽ കഴിക്കുന്ന പോലെ തോന്നില്ല, ആരും ഫ്രഷ് ആയിട്ട് സ്റ്റീം ചെയ്ത് തന്ന പോലത്തെ ഒരു സംഭവമാണ്. എന്തൊരു ടേസ്റ്റാന്ന് അറിയാം, ഒരു ചില്ലി ക്രാബ് കറിയുടെ ഒക്കെ ഒരു സ്റ്റഫിങ് ആണ് അകത്ത്. ഭയങ്കര ടേസ്റ്റ് ആണ്. കോക്കനട്ട് ജാം ആണ്, ഒരു കോക്കനട്ട് ജാം പോലെയാണ്, ഭയങ്കര ടേസ്റ്റി. അതും ഈ ബണ്ണും കൂടെ. ഇവർക്ക് കുറേ ലോക്കൽ ഡിഷസും ഉണ്ട് കേട്ടോ. ഇത് എന്തോ കൗച്ചിയോ അങ്ങനെ എന്തോ ഒരു പേരാണ്. റൈസ് കേക്കും മുകളിൽ, പക്ഷെ വെജിറ്റേറിയൻ ആണ് പറഞ്ഞത്. വേണ്ടാന്ന് പറഞ്ഞിട്ട് അവർ ട്രൈ ചെയ്യണം, ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഡിഷ് ഒക്കെ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം തന്നിട്ടുണ്ട്. നമ്മുടെ റൈസ് കേക്ക് തന്നെ മുകളിൽ ജിഞ്ചർ, സെസമി ഓയിൽ, ഗാർലിക്, അണിയൻസ്, ഇത്രയും ഫ്ലേവറാണ് കിട്ടുന്നത്. ഇതിൻ്റെ അടി കിടക്കുന്നുണ്ടല്ലോ, ഇതിൻ്റെ അടി കിടക്കുന്ന മൊത്തം ഓയിലാണ്, പക്ഷെ ഒരു സെസമി ഓയിൽ ഫ്ലേവറിന് വേണ്ടിയുള്ള ഓയിലാണ്. പ്രോൺസ് നൂഡിൽ സൂപ്പ് ഫ്രഷ് ആയിട്ട് ഇവർ ഉണ്ടാക്കുന്നതാണ്, അല്ലാതെ ഉണ്ടാക്കി വെക്കുന്നതല്ല. സോ പ്രോൺസ് ബേസ്ഡ് ബ്രോത്തും ഉണ്ട്, നല്ല സ്പ്രിങ്ങി നൂഡിൽസും ഉണ്ട്. അതെ, നല്ല മുട്ടൻ ജമ്മീനുണ്ട്. രാവിലെ തന്നെ ഒരു അടിപൊളി അൺഎക്സ്പെക്റ്റഡ് ബ്രേക്ക്ഫാസ്റ്റ്. അതുപോലെ തന്നെ ഈ ജ്യൂസും ജിഞ്ചർ, ഓറഞ്ച്, ക്യാരറ്റ്, എന്തോ ഡീടോക്സ് എന്നൊക്കെ പറഞ്ഞ തന്നെ ഇരിക്കട്ടെ. ആൻഡ് ഫൈനലി ഫ്രഷ്ലി മെയ്ഡ് പാൻ കേക്ക് വിത്ത് ടോഫി ബനാന സോസും ബിസ്ക്കറ്റ് ക്രംബിൾസ്, ഒരു ചോക്ലേറ്റ് ക്രോസോണും, ഒരു ഡാനിഷ് സിനമൺ പേസ്ട്രി പോലത്തെ. ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ ഞാൻ പറഞ്ഞ പോലെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിപ്പോയി. പ്രിയ ശരിക്കും മിസ് ചെയ്ത കേട്ടോ, ഞാൻ വിളിച്ചിട്ട് എഴുതേക്കുന്നില്ല, നല്ല ഉറക്കം. നോക്ക്, വെളിയിലും മഴയാണ്, സിംഗപ്പൂരിൽ വെളിയിലും മഴയാണ്. നമുക്ക് നേരെ ഇതിന്റെ അകത്തൂടെ മുകളിലേക്ക് കയറാം. വേണ്ട,
പക്ഷെ വേറെ മാളിലേക്കൊക്കെ പോണെങ്കിൽ, പക്ഷെ ഇവിടുന്ന് എല്ലാ മാളും ഒരു 500 മീറ്ററിന്റെ അകത്താ. ലൈക് ലെസ് ദാൻ 8 minutes വാക്കിംഗ് ആ. ഞാൻ ലേനയായിട്ട് സംസാരിച്ചു രാവിലെ. ലേന അവിടെ ഒന്ന് ഉച്ചയ്ക്ക് നിങ്ങൾ എന്റെ ഇവിടെ വാ, ഞാൻ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കാം, ലഞ്ചൊക്കെ കഴിക്കാം. ഇവിടെ ലേന പറഞ്ഞു നിങ്ങൾ താമസിക്കുന്ന ദി ബെസ്റ്റ് സ്ഥലമോ, അടുത്ത് നല്ല നല്ല ഷോപ്പിംഗ് ഏരിയകളാവും മൊത്തം. പക്ഷെ നമുക്ക് സമയമില്ലല്ലോ. അതെ, ഇവിടുത്തെ മാളിന്റെ ഈ മാളിന്റെ പ്രശ്നം മറ്റേ ഹൈ എൻഡ് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, നോർമൽ സാധനങ്ങളൊന്നും ഇല്ല. LV പോലെയാണ്. ഏകദേശം ആ ഒരു രീതിയിലുള്ള സംഭവങ്ങളാ. അത് ഹിൽട്ടൺ ആയിട്ട് സമയം കളയാൻ നമ്മൾ ഷോപ്പിൽ കയറണമെന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഒന്നും വാങ്ങാനല്ല, അല്ല വെറുതെ സമയം കളയാനാ. ടൈം പാസ്. എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്ക്, ഫ്രീ ആയിട്ട് ഒരു ദിവസം സിംഗപ്പൂർ ഇങ്ങനെ ആക്ച്വലി ഓൾ എക്സ്പെൻസസ് പെയ്ഡ് ട്രിപ്പ് പോലെയായി അല്ലെ? ട്രാൻസ്പോർട്ട്, ഫുഡ്, സ്റ്റേ. ആക്ച്വലി ഭയങ്കര ഹൈ എൻഡ് മോളാണ്. മോളല്ല, ഇങ്ങനെ കുറച്ച് ബുട്ടീക് സ്റ്റോഴ്സ് മാത്രമേ ഉള്ളൂ. ഇതിന്റെ തൊട്ടടുത്ത് വേറെ കുറെ സ്ഥലങ്ങളുണ്ട്. ബ്രാൻഡ് പോലും ഇല്ല. ഒരു മനീഷ് മൽഹോത്ര ബ്രാൻഡോ ഭയങ്കര സാറ ബ്രാൻഡോ, സാറ അല്ല, ഒന്നും അല്ല, നോർമൽ ഡ്രസ്. അല്ലെങ്കിലേ കണ്ണ് തള്ളിയായിരിക്കുന്നത്. ഇതും കൂടെ വന്നപ്പോ കണ്ണ് ഫുൾ വെളിയിലായി. അയാൾക്ക് തെറ്റിപ്പോയതാന്ന് തോന്നുന്നു. പ്രിയക്ക് കേട്ടത് തെറ്റിപ്പോയത്. ഒരിക്കലും ആ റേഞ്ച് ഒന്നും വരില്ല. ഇതാണ് ഓർക്കിഡ് സ്ട്രീറ്റ്. നടക്കാൻ ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ട്രീറ്റ് ആയത്. ഫുൾ ഹൈ എൻഡ് ഷോപ്പിംഗ് മാൾസും. ഞാനും എന്തൊക്കെ ഇവിടെ വന്ന് നടന്നായിരുന്നു. ഇവിടുന്നാണ് പ്രിയയുടെ ഫോൺ വാങ്ങിയത്, സാംസങ് ഫ്ലിപ്പ്. ലൊക്കേഷനാ നോക്ക്. ഇത് നമ്മുടെ ഹോട്ടല്, നമ്മൾ താമസിക്കുന്നത് ഹിൽട്ടൺ. സൈഡിൽ പുൾമാൻ എന്ന് പറഞ്ഞ ഹോട്ടല്. ബാക്കി എല്ലാ സംഭവങ്ങളും ഇവിടെയാണ്. താമസിക്കാൻ പറ്റുമെങ്കിൽ സിംഗപ്പൂർ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഈ ഒരു ഏരിയ തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിനെ കാട്ടി വാക്കബിൾ അല്ലേ സിംഗപ്പൂർ. ദുബായ് ആ വെതർ കാരണം നമുക്ക് നടക്കാൻ പറ്റില്ല. ഇതുപോലെ അടിപൊളിയാണെങ്കിൽ സിംഗപ്പൂർ ഇവിടെയും ട്രാഫിക് ഉണ്ട്. പക്ഷെ ഫുട്പാത്ത്സ് ഒക്കെ ഇവിടെ കുറച്ചും കൂടെ നല്ലതാ. നല്ല വീതിയുണ്ട്, നടക്കാൻ പറ്റിയ ഒരു സിറ്റി ആയത്. അടിപൊളി. എന്തോരം ഒള്ളി പ്രോബ്ലം സോ എക്സ്പെൻസീവ്. രണ്ടും ദുബായും സിംഗപ്പൂറും. എനിക്കൊന്നത് ഏറ്റവും മുകളിൽ പ്ലേ ഏരിയ ഉണ്ടെന്ന് തോന്നുന്നു. അടിപൊളി മോൾ അല്ലേ? ഇപ്പോഴും ഇവിടെ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ വൈബ് ഉണ്ട്. ഇത് പക്ഷെ അയ്യൻ സംഭവങ്ങളാട്ടാ. നമ്മുടെ അഡിഡാസ് നയിക്കൊന്നും ഇല്ല. എല്ലാം എവിടെ നോക്കിയാലും ബ്രാൻഡ്സ് അല്ലേ സിംഗപ്പൂർ. ഗൂച്ചി, ബർബറി, എല്ലാം അങ്ങനത്തെ സംഭവങ്ങളാ. വേദു ഇതുപോലെ ആനയുടെ മുകളിൽ ഇരുന്ന് ഇതുപോലെ കാണിക്കാം. അത് കൊള്ളാം. ഇതൊക്കെ മങ്കികൾ കിടന്ന് ആടുന്നത്. ഇതെന്തോ ക്ലിയറൻസ് സെയിലുണ്ട്. വാ. പക്ഷെ എല്ലാം ഇങ്ങനത്തെ ടോയ്സാ ഇവിടെ. കുട്ടികൾക്ക് ടോയ്സ് വാങ്ങണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഈ അബ്രോഡ് ട്രാവൽ ചെയ്യുമ്പോൾ ടോയ്സ് ആർ അസ് ആണ്. നല്ല റേറ്റ്സിന് സാധനങ്ങൾ കിട്ടും, നല്ല ക്വാളിറ്റി സാധനങ്ങളുമാണ്. ഇതിന് ലാസ്റ്റ് ടോയ് ആണ് കൊച്ചിയിൽ എത്തുന്നതിന് മുമ്പ്. അതെ അതെ അതെ. സ്കൂളൊക്കെ ആണെങ്കിൽ ഇതുപോലെ വേണം. അവനെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് 2 മണിക്കൂർ നമുക്ക് ഇവിടെ കറങ്ങിയിട്ട് തിരിച്ച് അവനെ പിക്ക് ചെയ്ത് പോവാം. മോളിന്റെ ടോപ്പ് ഫ്ലോറിൽ ആലോചിച്ച് വെക്കും. നല്ല കോൺസെപ്റ്റ് അല്ലേ അത്? ലുലുവിന്റെ അകത്തൊക്കെ ഒരു ഇതുപോലെ വന്നല്ലോ പ്ലേ സ്കൂള്. ബെസ്റ്റ് സ്ഥലമാണ്. അപ്പൂർ വന്നേലേ അതെ, അമ്മയെ ഹാപ്പിയായി. അമ്മയുടെ ഷോപ്പിംഗ് ചെറുതായിട്ട് ചെയ്തു, മോനും ചെറുതായിട്ട് ഷോപ്പിംഗ് ചെയ്തു അല്ലേ? ആയിക്കോട്ടെ, അത് തന്നെ ഞാനും ചെയ്യുന്നത്. എനിക്ക് പക്ഷെ ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് നമുക്ക് നേരെ ഹോട്ടലിൽ പോയി നമ്മുടെ ലഞ്ച് ടൈം തീരുന്നതിന് മുമ്പ് കഴിച്ചില്ലെങ്കിൽ ആ പൈസ വെറുതെ പോകും. അത് കുഴപ്പമില്ല. നമുക്ക് ജലൂസിലൊക്കെ വാങ്ങാം. എന്തായിരുന്നു പോയില്ലേ? ഞാൻ പറഞ്ഞ വീഡിയോയിൽ പ്രിയ പോയി കാണില്ലാന്ന്. അവിടെ ഏത് സ്ഥലത്ത് എവിടെയാ പോണ്ടേന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. എന്തൊരു സ്പ്രെഡ് ആയിരുന്നു. ഭയങ്കര തിരക്കും. അതിന്റെ ഫുഡോ ഇഡ്ഡലിയൊക്കെ ഉണ്ടായിരുന്നു. കണ്ടോ? ചിക്കൻ കറി ഉണ്ടായിരുന്നു. ഞാൻ കണ്ടു. ഓക്കെ. അന്തും ജെഫ്രിനും കൂടെ വന്നപ്പോ സിംഗപ്പൂർ ഒരു ദിവസം നിന്നല്ലോ ഞങ്ങള്. ഈ ഒരു ഐസ്ക്രീം ഞങ്ങൾ കഴിച്ചായിരുന്നു. ഇത് സാൻഡ്വിച്ചിന്റെ അകത്ത് ഐസ്ക്രീം വെച്ച് തരും. ഭയങ്കര ട്രെൻഡ് ഇവിടെ. തിരക്ക് കണ്ടില്ലേ? അങ്ങനെ നമ്മുടെ പോകുന്നതിന് മുമ്പുള്ള ഒരു ഫൈനൽ മീലും കൂടെ കഴിക്കുവാണ്. പ്രിയക്ക് ഇത് നോർവേയൻ സാൽമൺ സ്റ്റേക്ക്, ഞാൻ ഒരു ക്ലബ് സാൻഡ്വിച്ച്, പ്രിയക്ക് വേദുവിന് ഇന്നലത്തെ തന്നെ ഫിഷ് ആൻഡ് ചിപ്സ്, കുറെ ഫ്രഞ്ച് ഫ്രൈസും വന്നിട്ടുണ്ട്. ഹാപ്പി? ഹംഗ്രി? അതിൻ്റെ ഇടയ്ക്ക് ഇതേ ഞങ്ങൾ എയർപോർട്ടിൽ എത്തി ഗൈസ്. വേഗം കോഫി വേണമെന്ന് പറഞ്ഞാൽ റോബോട്ട് കോഫി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അടിപൊളിയല്ലേ നോക്ക്. റോബോട്ട് ബരിസ്റ്റ എന്ന് തന്നെയാണ് ഇതിൻ്റെ പേര്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടാ. ഞങ്ങൾ പോയ ക്രൂസിൽ റോബോട്ട് ബാർ ഉണ്ടായിരുന്നു. ഓ, ഈ റോബോട്ട് ഒരു 40 ടൈപ്പ് എന്താ മീറ്റ് എല്ലാം എന്നാ പേര്. 40 ടൈപ്പ് ഡ്രിങ്ക് ഉണ്ടാക്കുവേ. ഡ്രിങ്ക് ഒന്നും വന്നില്ലല്ലോ, സ്റ്റക്കായി അവിടെ വെച്ച്. അത് അവിടെ കൊണ്ട് വെച്ചു.
അത് കോഫി ചോക്ലേറ്റ് മോക്ക ആണ് ഓർഡർ ചെയ്തത്. ഇത് ഈ വെൻഡിങ് മെഷീനിൽ ആക്ച്വലി കുറച്ച് എക്സ്പെൻസീവ് ആണ്, ഏകദേശം ഒരു 360-370 റുപ്പീസ് വരുന്നുണ്ട് ഒരു കോഫിക്ക്. എന്നാലും നോക്കാമല്ലോ എങ്ങനെയുണ്ടെന്ന്. കോഫി എടുത്ത്, ഇത് കോഫി മേക്കറൊന്നും ഇല്ല, പക്ഷെ കപ്പ് എടുത്ത് അതിൻ്റെ അടിയിൽ വെക്കുന്നേ ഉള്ളൂ കേട്ടോ. ഭയങ്കര കോഫി മേക്കറിനൊക്കെ വെറുതെ പറയുന്നേ ഉള്ളൂ, സെർവറിന് പറയാൻ വേണമെങ്കിൽ. അപ്പോൾ ഗൈസ് ദേ വി ആർ ബാക്ക് ഇൻ സിംഗപ്പൂർ എയർപോർട്ട്. വീണ്ടും അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു പെയ്ഡ് ഹോളിഡേ പോലെ നമുക്ക് തോന്നി. ഭയങ്കര അടിപൊളിയായിരുന്നേ, സ്റ്റേ അടിപൊളിയായിരുന്നു. ഫുഡ് ഒന്നും വേറെ ഒരു ചിലവും നമ്മുടെ കയ്യിൽ നിന്ന് അത് തന്നെ ഞങ്ങൾ എന്തെങ്കിലും പേഴ്സണൽ ഷോപ്പിംഗ് എന്നല്ലാതെ. എന്തായാലും സൂപ്പർ. ഭയങ്കര വെൽ അറേഞ്ച്ഡ്. നമ്മൾ വന്ന ഉടനെ തന്നെ ഫ്ലൈറ്റ് മിസ്സായെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ നമ്മൾക്ക് ഈ ഹോട്ടലിലേക്കുള്ള കൂപ്പണും അതുപോലെ തന്നെ ടാക്സി കൂപ്പൺസും എല്ലാം തന്നു. അടുത്ത ഫ്ലൈറ്റിൻ്റെ ബോർഡിംഗ് പാസും തന്നു. പോയി റിലാക്സ് ചെയ്തിട്ട്, അത് സാധാരണ 12 o'clock ഹോട്ടൽ ചെക്കൗട്ട് അല്ലേ, നമ്മുടെ ഫ്ലൈറ്റ് രാത്രി 8 മണിക്കാണ്. സോ അവർ പറഞ്ഞു ഹോട്ടലിൽ 5 മണി വരെ 6 മണി വരെ ഇരുന്നിട്ട് നേരെ എയർപോർട്ടിലേക്ക് വന്ന് ചെക്ക് ഇൻ ചെയ്തോളാൻ. സോ അങ്ങനെ 12 o'clock നമുക്ക് ഹോട്ടലിൽ നിന്ന് ഇറങ്ങേണ്ടിയൊന്നും വന്നില്ല. സോ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി എന്തായാലും നാട്ടിലെത്തിയിട്ട് കാണാം. സ്റ്റോറിൻ്റെ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട്, അല്ലാതെ വേറെ കുറേ പരിപാടികൾ പ്ലാൻഡ് ആണ്. സോ നാട്ടിൽ ഇനി കുറേ ഇൻട്രസ്റ്റിംഗ് വ്ളോഗ്സ് ആയിട്ട് കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ. വ്ളോഗ് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞൊരു ചെറിയ ട്വിസ്റ്റും കൂടെ. ബാംഗ്ലൂരിലാണ് ഇപ്പൊ നമ്മള്. അതെ, ബാഡ് വെതർ കാരണം ബാംഗ്ലൂരിൽ ഹോൾട്ട് ചെയ്തിരിക്കുവാണ്. ഇനി എപ്പോ കൊച്ചിയിൽ എത്തും അറിയില്ല. വ്ളോഗ് ചെയ്യാനുള്ള ശേഷിയില്ല, അതുകൊണ്ട് ജസ്റ്റ് ഈ ഒരു അപ്ഡേറ്റ് കൂടെ തന്ന് വ്ളോഗ് അവസാനിപ്പിക്കുവാണ്. കടല വന്നിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിർത്തി വെച്ച് ഞങ്ങൾ കടല എപ്പോ എത്തും വീട്ടില്? ഇനി ഇവിടുന്ന് ഇറങ്ങി നിൽക്കേണ്ടി വരുമോ അതോ ഈ ഫ്ലൈറ്റ് പോവോ ഒന്നും അറിയില്ല. തള്ളേണ്ടി വരുമോ? ഓക്കെ, ബൈ ബൈ.